മന്ത്രി എപ്പോഴും നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടയ്ക്ക് പറയും നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടെന്ന് പറയും. അപ്പം ഞാൻ ഓർത്ത് ഇതൊരു ഭയങ്കരമായ ഒരു സംഭവം, പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു കൗശലം നിറഞ്ഞൊരു വലിയ സാമ്പത്തിക മാനേജ്മെൻറ്റ് തന്ത്രമായിരിക്കും ധനകാര്യമന്ത്രി പറയുന്നതാണ്. ഇപ്പോഴാണ് മനസ്സിലായത് പ്ലാൻ ബി എന്ന് പറയുന്നത് പ്ലാൻ കട്ടാണ്. 50% പ്ലാൻ കട്ട്, പ്ലാൻ സി കട്ടാവുന്നത്. പ്ലാൻ ബിയിൽ നിന്ന് പ്ലാൻ സി, പ്ലാൻ കട്ടാണ്. ഇതാണ് പ്ലാൻ ബി. ഇതാണ് സ്റ്റേറ്റിൻ്റെ സംഭവം. ഈ ബജറ്റിൻ്റെ ആദ്യ ഖണ്ഡിക ആരംഭിക്കുന്നത് ഒരു സന്തോഷ വാർത്ത കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ്. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നാണ് ആ സന്തോഷ വാർത്ത. സർ, ഇത് ബജറ്റ് പ്രസംഗമാണ്. ഈ ബജറ്റിൻ്റെ കൂടെ വച്ചിരിക്കുന്ന ബജറ്റ് ഇൻ ബ്രീഫ് അടക്കമുള്ള സംസ്ഥാനത്തിൻ്റെ ഫിസ്ക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, സാമ്പത്തിക സൂചകങ്ങൾ സർക്കാർ തന്നെ തന്നിരിക്കുന്ന ബജറ്റ് രേഖകളിലുണ്ട്. സർ, അങ്ങയുടെ ആദ്യത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന ഈ സന്തോഷ വാർത്തയും യഥാർത്ഥ കേരളത്തിലെ സിറ്റുവേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സർ, ധനസ്ഥിതി വിലയിരുത്താൻ ഉപയോഗിക്കുന്ന സാമ്പത്തിക സൂചകങ്ങൾ റവന്യൂ കമ്മിയും ധനക്കമ്മിയെല്ലാം. റവന്യൂ കമ്മി 2023-24 GSTP റവന്യൂ ഡെഫിസിറ്റ് റേഷ്യോ 1.58% ആയിരുന്നു. ഇപ്പോൾ 24-25 അതിൻ്റെ റേഷ്യോ, അതാണ് റവന്യൂ ഡെഫിസിറ്റും GSTPയും തമ്മിലുള്ള റേഷ്യോ ആണ് നോക്കുന്നത്, 2.29% ആയിട്ട് ഉയർന്നു. ബാധ്യത കൂടി. റവന്യൂ കമ്മി ഈ കാലയളവിൽ നിന്നും 18,140 കോടിയിൽ നിന്നും 29,195 ഉയർന്നു. അതായത് 11,000 കോടി രൂപയുടെ വർധനവാണ് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം. സന്തോഷ വാർത്തയാണ്. ധനകമ്മി 23-24 ഫിസ്ക്കൽ ഡെഫിസിറ്റും GSTPയും തമ്മിലുള്ള റേഷ്യോ 2.99% ആയി. ഇപ്പോൾ അത് 3.51% ആയി. അതായത് ധനകമ്മി ഈ കാലയളവിൽ 34,258 കോടിയിൽ നിന്നും 44,747 കോടിയായി ഉയർന്നു. 10,500 കോടി രൂപയുടെ വർധനവ്. സർ, പ്ലാൻ കട്ട് ചെയ്തിട്ട് പോലും ഇത്രയും കൂടുതൽ റവന്യൂ കമ്മിയും ധനക്കമ്മിയും ഉണ്ടായി എന്നത് തന്നെ അങ്ങയുടെ ആദ്യ ഖണ്ഡികയിലെ വാചകത്തിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്നു. ഒരു ക്രെഡിബിലിറ്റി ഇല്ല. പ്ലാൻ കട്ട് എത്ര, ഞാനത് പ്ലാൻ കട്ട് ചെയ്തതിൻ്റെ സൈസ് വായിച്ച തലയുറ്റി വീഴും. അഗ്രികൾച്ചർ 41.14% കട്ടാണ്, മനസ്സിലായില്ലേ? അതുപോലെ ആനിമൽ ഹസ്ബൻഡറി 48.88%, ഡയറി ഡെവലപ്മെൻറ്റ് 48.96%, ഫോറസ്റ്റ് 33, സ്പെഷ്യൽ പ്രോഗ്രാം ഫോർ ഏരിയ ഡെവലപ്മെൻറ്റ് 40, കോർപ്പറേഷൻ 54, മേജർ ആൻഡ് മീഡിയം ഇറിഗേഷൻ 44, ഫ്ലഡ് കൺട്രോൾ ആൻഡ് ആൻറ്റി സീ ഇറോഷൻ 53, അങ്ങനെ വില്ലേജ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് 47, മീഡിയം ആൻഡ് ലാർജ് ഇൻഡസ്ട്രീസ് 62%, ഇൻഫർമേഷൻ ടെക്നോളജി മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് 63%. സാർ, ഇത് വായിച്ച തീരില്ല. അതായത് ശരാശരി 50%-ലധികം പദ്ധതി വിഹിതം കട്ട് ചെയ്തിട്ടും റവന്യൂ കമ്മിയും ധനക്കമ്മിയും ഗൗരവമായി ഉയർന്നു. അതാണ് ഫിസ്ക്കൽ സിറ്റുവേഷൻ. അതാണ് ബജറ്റ് ഇൻ ബ്രീഫിൽ നൽകുന്ന ഫിസ്ക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതാണ്. എന്നിട്ടാണ് ഈ ന്യായം മുഴുവൻ പറയുന്നത്. യഥാർത്ഥ വസ്തുതകളെ എത്ര ഇതായിട്ടാണ് മറച്ചു പിടിച്ചിരിക്കുന്നത്. പ്രസംഗത്തിൽ കൂടി മറച്ചു പിടിക്കാൻ പറ്റുമോ? ആ യാഥാർത്ഥ്യം നിൽക്കുമല്ലേ നമ്മുടെ മുമ്പിൽ. പിന്നെ SC/ST വിഭാഗങ്ങളുടെ വരെ പദ്ധതി വെട്ടിക്കുറച്ചു. പാവപ്പെട്ടവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയെ പൂർണ്ണമായി അവഗണിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് അവഗണന. റബ്ബറിൻ്റെയും നെല്ലിൻ്റെയും താങ്ങുവില വർദ്ധിപ്പിച്ചില്ല. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. സപ്ലൈകോയുടെ കുടിശ്ശിക തീർത്ത് അവശ്യ സാധനങ്ങൾ, എസൻഷ്യൽ കമ്മോഡിറ്റീസ് സബ്സിഡി റേറ്റിൽ വിതരണം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുന്നതിന് പകരം അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നില്ല. സാർ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓരോ വകുപ്പെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഈ വകുപ്പുകളിലെല്ലാം നമ്മുടെ പബ്ലിക് സെക്ടർ, KSEB, അതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, KSRTC, വാട്ടർ അതോറിറ്റി തുടങ്ങിയ ഏത് രംഗം, വാട്ടർ അതോറിറ്റിയിൽ ജലജീവൻ മിഷനെ കുറിച്ച് പറയുന്നു. 4,500 കോടി രൂപയാണ് ജലജീവൻ മിഷനിലെ കോൺട്രാക്ടേഴ്സിന് കൊടുക്കാനുള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇത് കിട്ടാനുള്ള പണത്തിൻ്റെ ഷെയർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കോൺട്രാക്ടർ ആത്മഹത്യാ മുനമ്പിലാണ് നിൽക്കുന്നത്.
ബാക്കിയുള്ള PWD കോൺട്രാക്ടർക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത. ഏത് ഗവൺമെൻറ് ഇത്രയും ബാധ്യത വരുത്തി വെച്ചിട്ടുണ്ട്? ഏത് സർക്കാരിൻ്റെ കാലത്ത്? കേരള ചരിത്രം പരിശോധിച്ചോ? എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും ഇസ് ഓൺ റെക്കോർഡ്, എല്ലാ റെക്കോർഡിലുണ്ട്. നിങ്ങൾ പരിശോധിച്ചോ? നിങ്ങൾ ഈ ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് ഈ സംസ്ഥാനത്തെ ഏറ്റവും ദുരിതപൂർണമായ കടത്തിൻ്റെ കാണാക്കയങ്ങളിലേക്ക് തള്ളിയിട്ട സർക്കാർ എന്നുള്ള സ്ഥിതിയിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. ഇത്രമാത്രം ഒരു ഡെറ്റ്, ഇത്രയും കടബാധ്യത ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ 1996-2001 ഒരു വലിയ ക്രൈസിസ് ഉണ്ടായി ശ്രീ നായനാർ ഭരണകാലത്ത്. അതാണ് നമ്മൾ കണ്ട സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ധനപ്രതിസന്ധി. അതിനേക്കാളൊക്കെ എത്ര രൂക്ഷമായ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ വരുത്തി വെച്ചിട്ട് എല്ലാം രക്ഷപ്പെട്ടു എന്ന സന്തോഷ വാർത്ത നമ്മളോട് പറയുകയാണ്. ഇനി GST, കേരളമാകണ്ടേ? കേരളമല്ലേ കൺസ്യൂമർ പോയിന്റ് അല്ലേ? കേരളമല്ലേ കൺസ്യൂമർ സ്റ്റേറ്റ്? GST വരുമ്പോൾ ശ്രീ തോമസ് ഐസക്ക് അങ്ങയുടെ കസേരയിൽ നിന്ന് പറഞ്ഞത് ഒരു ടെൻഷനും വേണ്ട, 30% ടാക്സ് ഗ്രോത്ത് കേരളത്തിലുണ്ടാവും. കാരണം നമ്മളാണ് ഫസ്റ്റ് വരേണ്ടത്, നമ്മളാണ് കൺസ്യൂമർ പോയിന്റിൽ, നമുക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത്. വാറ്റ് വന്നപ്പോൾ നമ്മൾ മോശം സൈഡിലായിരുന്നു, കാരണം മാനുഫാക്ചറിങ് പോയിന്റിലായിരുന്നു ടാക്സ്. കൺസ്യൂമർ സ്റ്റേറ്റുകൾക്ക് മോശമായിരുന്നു. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റായ കേരളത്തിനാണ് വലിയ ടാക്സ് ഗ്രോത്ത് ഉണ്ടാവേണ്ടത്. എന്നിട്ട് മന്ത്രി ഒരു കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് ഭയങ്കര രസകരമായ കണക്കാണ്. അത് കോവിഡ് കാലത്തെ അതിന് ശേഷമുള്ള ഒരു പെർസെൻറ്റേജ് കൂടി കണക്കാക്കിയിട്ടൊരു 4 വർഷത്തെ ആവറേജ് പറയുക. അതിലേക്കൊന്നും പോകണ്ട. 2022, 23, 24, 25 ഈ 3 വർഷത്തെ ഒന്ന് നോക്കിയേ. ഈ 3 വർഷത്തെ ഒരു ആവറേജ് നോക്കിയേ. 29,000, 30,000, 33,000 കോടി. ആവറേജ് എത്രയാണെന്നറിയാം? ഗ്രോത്ത്, ഈ 3 വർഷത്തെ ആവറേജ് ഗ്രോത്ത് 6.75%. 6 മാനുഫാക്ചറിങ് സ്റ്റേറ്റുകൾ വരെ 12, 18, 20 വന്നിരിക്കുമ്പോൾ കേരളത്തിൻ്റെ കഴിഞ്ഞ 2 വർഷക്കാലത്തെ ആവറേജ് GST ഗ്രോത്ത് 6.75%. ഇത്ര പതറ്റിക് കണ്ടീഷനാണ് ടാക്സ് കളക്ഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, the prime duty of a state is to collect taxes. Then only we will be able to allocate money for welfare activities as well as development activities. പൈസ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പൈസ കളക്ട് ചെയ്യണ്ടേ? ഞങ്ങൾ എത്രയോ പ്രാവശ്യം കാൽ പിടിച്ച് പറഞ്ഞു റീസ്ട്രക്ചർ ചെയ്യ്. വാറ്റ് മാറി GST വന്നപ്പോൾ അതിനനുരോധമായി ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം നിങ്ങൾ റീസ്ട്രക്ചർ ചെയ്യ്. ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയില്ല IGSTയിലെ നിങ്ങളുടെ തകരാറ്. 10-30,000 കോടി രൂപ കഴിഞ്ഞ 4-5 വർഷമായി IGSTയിൽ പ്രോപ്പറായി കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടില്ലേ? എന്നിട്ടും ആദ്യം എന്നെ പരിഹസിച്ചു, ഞാൻ 25,000 കോടി രൂപ നഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ. എൻ്റെ ഭാഗ്യത്തിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അതേ ഫൈൻഡിങ് 3 മാസം കഴിഞ്ഞപ്പോൾ കൊടുത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ വെറുതെ പറഞ്ഞതെന്ന് പറഞ്ഞത്. IGST നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സർക്കാർ ഏജൻസികൾ തന്നെ പറഞ്ഞില്ലേ എത്ര കോടി രൂപയാണ് പോകുന്നത്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം നിങ്ങൾ ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ദയനീയമായ പരാജയമായി കമ്പയർ വിത്ത് ദി അതർ സ്റ്റേറ്റ്സ്. മറ്റ് സ്റ്റേറ്റുകളിൽ 90-92% സ്റ്റേറ്റുകളിൽ ഇത് റീസ്ട്രക്ചർ ചെയ്ത് ടാക്സ് വർദ്ധിപ്പിക്കണ്ടേ? ഗവൺമെൻറ്റിൻ്റെ ജോലി അതല്ലേ? ഇപ്പോൾ 2024-25 10% വളർച്ച. റവന്യൂ ന്യൂട്രൽ നിരക്ക് എത്രയാണ്? 14%. ഇവിടെ ആവറേജ് 6.75%. പ്രതീക്ഷിച്ച എസ്റ്റിമേറ്റിനേക്കാൾ 2,300 കോടി കുറവാണ് ഈ പ്രാവശ്യം പിരിച്ചത്. ഇനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുണ്ട്, 24 ഡിസംബർ മാസത്തെ ഇയർ ഓൺ ഇയർ GST രേഖ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അതുപ്രകാരം കഴിഞ്ഞ 2023 ഡിസംബറിനെ അപേക്ഷിച്ച് ഈ 24 ഡിസംബറിൽ, കഴിഞ്ഞ 24 ഡിസംബറിൽ 5% വളർച്ച മാത്രമാണ് ഉണ്ടായത്. നാഷണൽ ആവറേജ് തന്നെ 8% ആണ്. നാഷണൽ ആവറേജ് 8% ആണ്. പഞ്ചാബ് 22, തമിഴ്നാട് 11, തെലുങ്കാന 10%. കേരളത്തിൻ്റേത് ഇത് മാത്രം 5%. 5%മാണ് ഗ്രോത്ത്. സർ, ഈ IGST വിഹിതത്തിൽ പ്രതിവർഷം വന്നിരുന്ന ഈ 5,000-6,000 കോടി രൂപയുടെ ഈ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് അങ്ങയുടെ ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിക്കുന്നത്? ചില സ്റ്റെപ്പൊക്കെ എടുത്തു എന്ന് പറഞ്ഞു, പക്ഷേ അതൊന്നും റിസൾട്ടായിട്ട് വരുന്നില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാ തലത്തിലും ഗണ്യമായ വർധന വരുത്തി. ഏത് വർധനവ് വരുത്തിയാലും വർധനവ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റിനെ മറികടക്കാൻ കഴിയാത്തതല്ല, അനാവശ്യമായ വിലക്കയറ്റം സൃഷ്ടിക്കും
എന്നല്ലാതെ യാതൊരു പ്രയോജനമില്ല. നിലവിലുള്ള ടാക്സ് തന്നെ പിരിച്ചെടുക്കാൻ നോക്കണം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഏരിയ ഞാൻ പറയാം, വാഹന വിൽപ്പന ഗണ്യമായി കൂടി കേരളത്തിൽ, വാഹന വിൽപ്പന. എന്നാൽ വാഹന സർവീസ്, സ്പെയർ പാർട്സ് എന്നിവയുടെ കച്ചവടം അതിൻ്റെ ആനുപാതികമായിട്ട് ഉയരുന്നില്ല. നിർമ്മാണ മേഖല തഴച്ചു വളരുകയാണ്. പക്ഷെ നിർമ്മാണ മേഖലയിലെ കമ്പി, സിമൻറ്റ്, മെറ്റൽ, പാറപ്പൊടി എന്നിവയിൽ നിന്നുള്ള നികുതി വരുമാനം കുറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, നിങ്ങൾ ഓരോ സെക്ടർ നിങ്ങൾ പഠിക്കണ്ടേ. ഗോൾഡിൽ എന്താണ് സംഭവിക്കുന്നത്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി